കുമാർ, വളരെ ലഘുവായ കാര്യമാണോ ശ്രീ സേനാപതി വേണു പറയുന്നത് പോലെ ഇന്ത്യ മുന്നണിയിൽ സംഭവിച്ചിരിക്കുന്നത്? നേരത്തെ തന്നെ BJP കളിയാക്കുന്നുണ്ടായിരുന്നു, ഇത് IND IA അല്ല, A ഇല്ല, അതിൽ അലയൻസ് ഇല്ല, ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്ന്. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണോ? ഇപ്പോൾ ആ നിലയ്ക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യ അലയൻസ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഏത് രൂപഭാവത്തിൽ വരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. കാരണം പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിൽ ഈ പല കക്ഷികളും ഇതിനകത്ത് തനിച്ച് നിന്നിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം വന്നതിന് ശേഷം നമ്മൾ ആലോചിക്കാം. 2004 അങ്ങനെ ആയിരുന്നല്ലോ, ഒരു അലയൻസ് ഇല്ലാതെയാണല്ലോ മോറോർലെസ് അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് വന്നത്. ഇപ്പോഴതല്ല സാഹചര്യം, അതല്ല. ഒന്ന്, BJPയെ എതിർക്കുക, BJPയെ തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ കോമൺ ഫാക്ടറിലാണ് ഈ അലയൻസ് വന്നത്. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പാളിപ്പോയ ചില പ്രശ്നങ്ങളുള്ളത്, ഘടനാപരമായി ഈ പല പാർട്ടികൾക്കും പ്രാദേശികമായ സ്വാധീനം മാത്രമേ ഉള്ളൂ, ദേശീയപരമായിട്ടുള്ള സ്വാധീനമില്ല. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. അവിടെ ഈ ഉത്തരേന്ത്യ ഇപ്പോൾ BJPക്ക് ഇന്ത്യ മുഴുക്ക ഒരേപോലെ ശക്തി ഉണ്ടായി എന്നും എല്ലാ സംസ്ഥാനങ്ങളിലും വൻ തരംഗമുണ്ടാക്കുമെന്നൊന്നും അല്ല ഈ പറഞ്ഞത്. പക്ഷേ അവർക്ക് ശക്തിയുള്ള ഹിന്ദി ഹാർട്ട്ലാൻഡിൽ കടന്നു കയറാൻ പറ്റാത്തൊരു മേഖലയായിരുന്നു ബീഹാർ, ഈ പ്രത്യേകിച്ച് നിതീഷ് കുമാർ ഉള്ളപ്പോൾ. പക്ഷേ നിതീഷ് കുമാർ കാലുമാറി. നമ്മളൊരു 4 ദിവസം മുമ്പ് ഈ ചർച്ച ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നിതീഷ് കുമാറിനെ ശ്രദ്ധിക്കണം, ശശി തരൂർ ഒന്നും അല്ല കാലുമാറാൻ പോകുന്നത്. ബലത്തിൽ അത് തന്നെ വളരെ പെട്ടെന്ന് 2 ദിവസത്തിനാണ് നിതീഷ് കുമാറിൻ്റെ മാറ്റം നമ്മൾ കണ്ടത്. ഈ പാനലിരുന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ട്രെൻഡ് കണ്ടുകൊണ്ട്, രാഷ്ട്രീയത്തിൻ്റെ ട്രെൻഡ് കണ്ട് അവസരോചിതമായി മാറുന്ന ഒരു അവസരവാദിത്വ രാഷ്ട്രീയം തന്നെയാണ് നിതീഷ് കുമാർ കാണിച്ചത്. അപ്പോൾ അത് ഇങ്ങനെ ഇത് കാണിക്കുമ്പോഴുണ്ടാകുന്ന മറ്റ് എണ്ണത്തിൽ 28 കക്ഷികൾ ഇപ്പോൾ 27ആയി. അതിലൊന്നും വലിയ കഥയില്ല. കാരണം പരസ്പരം സഹായിക്കാൻ പറ്റാതിരിക്കുകയും ദേശീയപരമായിട്ടുള്ള പിന്തുണ ഇവർക്കൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു സമയത്ത് കോൺഗ്രസ് മാത്രമേ നാഷണൽ ലെവലിൽ പിക്ചർ രംഗത്തുള്ളൂ. പരസ്പരം സഹായിക്കാൻ പറ്റുന്ന, ഇപ്പോൾ DMKക്ക് തമിഴ്നാട്ടിലല്ലാതെ വേറെ എവിടെ സഹായിക്കാൻ പറ്റും? ഇപ്പോൾ മമതാ ബാനർജിക്ക് ബംഗാളിലല്ലാതെ വേറെ എവിടെ സഹായിക്കാൻ പറ്റും? അവർ ഒറ്റയ്ക്കായിട്ട് ഒരു സീറ്റ് ലക്ഷ്യമിടുന്നുമുണ്ട്. മമതയാണെങ്കിൽ 42 സീറ്റുകൾ ബംഗാളിൽ ഞങ്ങൾ നേടുമെന്ന് പറയുന്നു. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും അവർ മത്സരിക്കും. പക്ഷേ മത്സരിക്കാൻ അവർ സന്നദ്ധരായി തന്നെ നിൽക്കുകയാണ്. ഇതുവരെ അങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടില്ല. DMKക്ക് ആണെങ്കിൽ 35-36 സീറ്റുകൾ നേടാമെന്നുള്ള ആത്മവിശ്വാസം വന്നിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിലും ഡൽഹിയിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതിൽ പഞ്ചാബിൽ സാധിക്കുവാനും സാധ്യതയുമുണ്ട്. അതല്ലാതെ എടുത്തു പറയാൻ പറ്റിയ ഒരു പാർട്ടി ഇല്ല. NCP ഉണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, പിന്നെ ശിവസേനയുടെ ഒരു വിഭാഗമുണ്ട്. കാരണം NCPയുടെ ഭാഗികമായിട്ട് പുലർന്നല്ലോ. അജിത്ത് പുറത്തു പോയല്ലോ, അജിത് പവാർ പുറത്തു പോയി. പിന്നെ മാത്രമല്ല ശിവസേനയും പുലർന്നു. ആ നിലയ്ക്ക് മഹാരാഷ്ട്രയിൽ യൂണിറ്റി ഇല്ല. ഈ മമത പറയുന്നതും DMK പറയുന്നതും ആം ആദ്മി പഞ്ചാബിൽ പറയുന്നതിനും കുറച്ച് പ്രസക്തി ഉണ്ട്. കാരണം അവർക്ക് അവിടെ നല്ല വേരോട്ടമുണ്ട്. അതേപോലെ വേരോട്ടമുള്ള സാധ്യതയുണ്ടായിരുന്ന 2 മേഖല, ഒന്ന് മഹാരാഷ്ട്രയും ഒന്ന് ബീഹാറുമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ചിതറി വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നേരത്തെ തന്നെ അത് കണ്ടു. മാത്രമല്ല ശരത് പവാറിന് എത്ര സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നുള്ള കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ബീഹാറിൽ ഇത് സംഭവിച്ചതോടുകൂടി ഉത്തരേന്ത്യയിലെ ഹൃദയഭൂമിയിൽ BJPയുടെ ശക്തി ഒന്നുകൂടി ആർജിച്ചിരിക്കുകയാണ്. BJPക്ക് ഇന്ത്യയുടെ എല്ലാ മേഖലയിലും ശക്തിയില്ല. നമുക്കറിയാം, ദക്ഷിണ മേഖലയിൽ, ദക്ഷിണേന്ത്യയിൽ കർണാടക ഒഴിച്ച് വേറെ ഒരിടവും പറയാനുള്ള ശക്തിയില്ല പറയുന്ന രീതിയിൽ. പക്ഷേ ഉള്ള സ്ഥലത്ത് വളരെ ശക്തമാണ്. അങ്ങനെ പറയുന്ന ഒരു 8 സംസ്ഥാനങ്ങൾ എടുത്തു പറയുന്നിടത്ത് ബീഹാർ ഒഴിച്ചേരുന്നു. പക്ഷേ ബീഹാറിനെ കൂടെ ഇപ്പോൾ കൂട്ടാം എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന ഭരണത്തിലേക്ക് എത്താനുള്ള ഭൂരിപക്ഷവും അത് കവിഞ്ഞുള്ള ഭൂരിപക്ഷവും കിട്ടാനുള്ള ഒരു സാഹചര്യം കൂടുതലുണ്ടാക്കിയിരിക്കുകയാണ്. ബാലൻസ് ടിൽറ്റ് ചെയ്ത് മാറി അത് NDAക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് നിതീഷ് കുമാറിൻ്റെ ഈ ചാഞ്ചാട്ടത്തിൽ കൂടി. ശരി, ശ്രീ